ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളിഫ്ലവർ കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണേ അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഈ കറി ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കോളിഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇലയും തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോരോ ഏണുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ വല്ല പുഴുക്കളോ പ്രാണികളോ എന്തോ ഉണ്ടോ നോക്കിയിട്ട് 1-2 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം വെട്ടി തിളപ്പിക്കുക. ആ വെള്ളത്തിലേക്ക് ഈ കോളിഫ്ലവർ ഇടുക. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൽ വല്ല വിഷാംശങ്ങളോ വല്ല കൃമികീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഊറ്റി വെച്ചതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വഴറ്റി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഇപ്പോൾ അതൊന്നും ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും കണ്ട് പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ കോളിഫ്ലവർ മസാലക്കറി വയ്ക്കുമ്പം തേങ്ങ വറുത്തരച്ചിട്ടും വെക്കാം കേട്ടോ. ഇത് മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഓരോ ടീസ്പൂൺ വീതം ഇട്ടോ അത് ഇട്ട് കൊടുക്കുക. ഇതിന് വെളിച്ചെണ്ണ കുറവാണ്, അതുകൊണ്ട് ലേശം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 2 സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വല്ലാതെ മൂത്തിട്ട് ബ്രൗൺ കളറാകൊന്നും വേണ്ട കേട്ടോ. ഒന്ന് നല്ലോണം വാടി കിട്ടിയാൽ മതി. ഇനി വേഗം വാടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സവാള നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി 2 പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് അതിലിട്ടെടുത്തിട്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഇപ്പം തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പ് ആദ്യം ലേശം ഇട്ടെടുത്തതിനെ കൊണ്ട് വേണമെങ്കിൽ പാകം നോക്കിയതിന് ശേഷം ഇടാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതൊക്കെ കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഉപ്പും എരിവൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്തി കൊടുക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂണ് ചേർത്തി കൊടുക്കുക. കറിക്ക് നല്ലൊരു കളറ് കിട്ടും. എൻ്റെ അടുത്ത് അത് തീർന്നു പോയതിനെ കൊണ്ടാണ് ഞാൻ ഈ എരിവുള്ള മുളക് പൊടി ചേർത്തിയത്. ഇപ്പോൾ ഈ കൂട്ട് പച്ചമുളകൊക്കെ മാറിയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ആ അരപ്പ് ഗ്രേവിയൊക്കെ നല്ലോണം ആ കോളിഫ്ലവറിലേക്ക് ഒന്ന് പിടിക്കണം. ഇപ്പോൾ നല്ലോണമൊക്കെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പത്ത് ചൂടുവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു 1.5 ഗ്ലാസ് ചുടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എരിവും ഉപ്പൊക്കെ പാകമുണ്ടോ എന്ന് നോക്കാം. ഞാനിതിലൊരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അത് വീഡിയോ പിടിക്കാൻ വിട്ടതാണേ. എന്നിട്ടൊരു മൂടി അടച്ച് വെച്ചതിന് ശേഷം ഒരു 5-8 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഇനി മൂടി തുറന്ന് നോക്കുക. കറി തിളച്ചിട്ട് നല്ലോണം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അങ്ങനെ ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കോളിഫ്ലവർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒരു മസാലക്കറി ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്.
ഇതിനൊരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.